ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എങ്ങനെയാണ് എന്റെ ചാനലിൽ ഡെഡ് ആയ വീഡിയോസ് വരെ നല്ല രീതിയിൽ വ്യൂസ് കയറിയത് എന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബ് നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ തന്നിട്ടുള്ളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ തന്നെ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വലിയ ആവേശത്തോടു കൂടിയൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് എങ്ങും എത്താത്ത അവസ്ഥ. യൂട്യൂബ് എന്നത് ഒരു ബാലികേറ മലയാണെന്ന് തോന്നിയിട്ട് ഇതിൽ നിന്നൊക്കെ ക്വിറ്റ് ചെയ്ത് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണോ നിങ്ങൾ? എന്നാൽ ഒരു നിമിഷം എക്സ്ട്രാ ഓർഡിനറി കണ്ടന്റ് ഒന്നും ഇടാതെ ഞാൻ എന്റെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാതെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. എന്തായാലും ട്രൈ ചെയ്യുമ്പം ഒരു വർഷം ഇതിനു വേണ്ടി എഫേർട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരു 3-4 മാസം എങ്ങനെയെന്നൊരു ഐഡിയ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മെയ് മാസത്തോടുകൂടി ഞാൻ ഇതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ട് 6 മാസം കൊണ്ട് ഞാൻ എന്റെ ചാനൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ അവസാനത്തോടുകൂടി മോണിറ്റൈസ് ചെയ്ത് എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന എന്റെ ചാനലില് നവംബർ അവസാനത്തോടുകൂടി തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് ഡിസംബർ ആദ്യം തന്നെ മോണിറ്റൈസ് ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പം ഒരുപാട് പുച്ഛം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് പോണമെന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് എന്റെ ചാനൽ ഇന്ന് മോണിറ്റൈസ് ആയിരിക്കുന്നത്. യൂട്യൂബിനെ കുറിച്ച് ആധികാരികമായി ഒന്നും അറിയാതെ സ്റ്റാർട്ട് ചെയ്ത എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കള് ഞാൻ പോലും ശ്രദ്ധിക്കാതിരുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ എന്റെ സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ആവുന്ന കുറച്ച് സുഹൃത്തുക്കളെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിൽ മോണിറ്റൈസ് ആയോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടുമാണ് ഈ സമയം ഞാൻ താങ്ക്സ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പുതിയ ക്രിയേറ്റേഴ്സ് ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1-2 മണിക്കൂറിൽ നല്ല ഹൈപ്പ് കിട്ടും. പക്ഷേ അത് പതുക്കെ കുറഞ്ഞ് ഒരു 48 മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് ആവുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലില് മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. എന്റെ ചാനലിലും വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ വീഡിയോസിന്റെ വ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് ആവുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞപ്പം എന്റെ വീഡിയോസ് സ്റ്റോപ്പായ വീഡിയോസ് വരെ ഓടാൻ തുടങ്ങി. നമ്മുടെ വീഡിയോസിന് ആദ്യം കിട്ടുന്ന ഒരു ഹൈപ്പ് നിലനിർത്തി പോരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ യാതൊരു വിധമായ രീതിയിലും ഗ്രോ ചെയ്യില്ല. എന്നാൽ ആദ്യം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടത്ര ഹൈപ്പ് കിട്ടിയില്ലെങ്കിലും ചില വീഡിയോസ് നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ സഡൻ ആയിട്ട് നല്ലൊരു ഹൈപ്പിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ കുറച്ച് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തതിന്റെ പേരിലാണ് എന്റെ ചാനലിലെ വ്യൂസ് സ്റ്റേബിൾ ആയ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അപ്പൊ എങ്ങനെയാണ് എന്റെ ചാനലില് ഡെഡ് ആയ വീഡിയോസ് വരെ നല്ല രീതിയിൽ വ്യൂസ് കയറിയത് എന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൻസി യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുകൂടാതെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. നമ്മുടെ ചാനലിലെ വീഡിയോസ് 48 അവേഴ്സിന് ശേഷം ഡെഡ് ആവുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു 4 സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ സ്ട്രാറ്റജീസ് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ആദ്യത്തെ ഒരു 3 മണിക്കൂറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 500 സബ്സ്ക്രൈബേഴ്സിലെ ആരൊക്കെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ടോ അവർക്കും, അതുകൂടാതെ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള വീഡിയോസ് ആരൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടോ അവർക്കും യൂട്യൂബ് റെക്കമെൻഡേഷൻ അയക്കും. അതുകൂടാതെ നമ്മുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് സെർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും യൂട്യൂബ് റെക്കമെൻഡേഷൻ അയക്കും. അത് ആദ്യത്തെ ഒരു 3 മണിക്കൂറിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഈ 3 മണിക്കൂറിൽ കിട്ടുന്ന റിസൾട്ടിനനുസരിച്ചിട്ടാണ് തുടർന്ന് എത്രത്തോളം റെക്കമെൻഡേഷൻ മറ്റുള്ളവരിലേക്ക് കൊടുക്കണം എന്നുള്ള കാര്യം യൂട്യൂബിന്റെ അൽഗോരിതം ഡിസൈഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഉള്ള 3 അവേഴ്സിൽ ഒരു ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. ഇതിൽ എത്ര വ്യൂസ് വരുന്നുണ്ട്, ലൈക്സ് വരുന്നുണ്ട്, കമന്റ്സ് വരുന്നുണ്ട്, എത്ര പേര് ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട്, എത്ര പേര് പകുതിക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് എത്രത്തോളം ഇംപ്രഷൻ കൊടുക്കണം എന്നുള്ളത് യൂട്യൂബ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ആദ്യത്തെ 3 മണിക്കൂറിൽ നല്ല റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ
അതിനനുസരിച്ച് യൂട്യൂബ് റെക്കമെൻഡേഷൻ കുറയ്ക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പതുക്കെ പതുക്കെ ഒരു 48 hours ഒക്കെ ആവുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോസിന്റെ റെക്കമെൻഡേഷൻ ഡെഡ് ആവുന്ന സിറ്റുവേഷനിൽ എത്തും. ഇനി നമ്മുടെ വീഡിയോസ് 48 hours ഡെഡ് ആവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് അപ്ലോഡ് വെൻ വ്യൂവേഴ്സ് ആർ ഓൺലൈൻ. നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴാണ് ഓൺലൈനിലുള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസ് ആ ടൈമിൽ അപ്ലോഡ് ചെയ്യാം. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് YT സ്റ്റുഡിയോയിലൂടെ അറിയാൻ പറ്റും. YT സ്റ്റുഡിയോയിലെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ വ്യൂവേഴ്സ് വാച്ച് ചെയ്യുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രാഫിലൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഡാർക്ക് പർപ്പിൾ കളർ കൊടുത്തേക്കുന്നതെല്ലാം നമ്മുടെ വ്യൂവേഴ്സ് കൂടുതലും വാച്ച് ചെയ്യുന്ന സമയമാണ്. ഇതിൽ നമുക്ക് ടൈമും അതുകൂടാതെ ഏതൊക്കെ ദിവസമാണ് നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോസ് ആക്റ്റീവായി കണ്ടിട്ടുള്ളത് എന്നും ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഡാർക്ക് പർപ്പിൾ കളർ കൊടുത്തേക്കുന്നത് വ്യൂവേഴ്സ് കൂടുതലും ആ ടൈമിൽ വാച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. മീഡിയം പർപ്പിൾ കളർ എന്ന് പറയുന്നത് ഒരു ആവറേജ് വ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റ് പർപ്പിൾ കളറായി, പിന്നെ വെരി നാരോ ആയിട്ടുള്ള പർപ്പിൾ കളർ. ഇത് ഓരോരുത്തരുടെയും ചാനലില് അവരുടെ ചാനലിൽ കിട്ടുന്ന വ്യൂസിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ കളർ വന്നിട്ടുള്ള ടൈം നോക്കി ഏത് ഡേയിലാണെന്ന് നോക്കി അതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ആൾക്കാർ നല്ല രീതിയിൽ ആക്റ്റീവായി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ഇട്ട് അപ്പൊ തന്നെ നല്ല രീതിയിൽ നമുക്ക് വ്യൂസ് കയറും. അപ്പൊ ആദ്യത്തെ ഒരു 3 hours കിട്ടുന്ന വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ യൂട്യൂബിൽ റെക്കമെൻഡേഷൻ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് റിഫ്രഷ് ദ അൽഗോരിതം. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് 48 hours ശേഷം ഡെഡ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ അതിന്റെ അനലറ്റിക്സ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കുക. ഓഡിയൻസ് റിട്ടൻഷനും CTRഉം ഒക്കെ ചെക്ക് ചെയ്യുക. അപ്പം എവിടെയാണ് നമ്മുടെ വീഡിയോ പാളിപ്പോയതെന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് CTR ആണ് കുറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തമ്പനെയിലിന്റെയും ടൈറ്റിലിന്റെയും മിസ്റ്റേക്ക് ആയിരിക്കും. നിങ്ങളുടെ തമ്പനെയിലും ടൈറ്റിലും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ടാഗ്സ് ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വ്യൂസ് നിങ്ങളുടെ വീഡിയോസിൽ കയറുന്നത് കാണാൻ പറ്റും. റിപ്പീറ്റ് ആയിട്ട് തമ്പനെയിലും ടൈറ്റിലും ചേഞ്ച് ചെയ്യണമെന്നല്ല പറയുന്നത്. 1-2 പ്രാവശ്യം ടൈറ്റിലും തമ്പനെയിലും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് ക്രിയേറ്റ് നെറ്റ്വർക്ക്. നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരേ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൽ ഐ ബട്ടണും എൻ സ്ക്രീനും ഒക്കെ ആഡ് ചെയ്യുക. എൻ സ്ക്രീൻ ആഡ് ചെയ്യുമ്പം എല്ലാ വീഡിയോസും ഈ റാൻഡമായിട്ട് ആഡ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് എൻ സ്ക്രീനിൽ കൊടുക്കുക. അത് എൻ്റെ ചാനലിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എൻ്റെ ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് നോക്കി ഞാൻ എൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ പ്ലേലിസ്റ്റും ഞാൻ എൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഐ ബട്ടണിൽ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ എങ്ങനെയും കൊണ്ടുവന്നിട്ട് ഐ ബട്ടണിൽ ആ വീഡിയോയും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയും വ്യൂസ് സ്റ്റോപ്പ് ആയിട്ടുള്ള വീഡിയോസ് റൺ ചെയ്യിക്കാൻ പറ്റും. എന്റെ വ്യൂസ് സ്റ്റോപ്പ് ആയ ഒരു വീഡിയോ ആണ് 50K മുകളിൽ വ്യൂസ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. യൂട്യൂബ് നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ തന്നിട്ടുള്ളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. നാലാമത്തെ സ്ട്രാറ്റജിയാണ് ക്ലിപ്പ് ഷോർട്സ്. നമ്മുടെ ലോങ് വീഡിയോസിന്റെ ക്ലിപ്പിംഗ്സ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. നമുക്ക് ഈ റീമിക്സ് വഴിയും അല്ലാതെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ വഴിയും നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ക്ലിപ്പിംഗ്സ് ഒക്കെ നമുക്ക് ഷോർട്സിലൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഷോർട്സിൽ തന്നെ നമ്മൾ ലോങ് വീഡിയോ മെൻഷൻ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഷോർട്ട് വീഡിയോസിലൂടെ നമുക്ക് ലോങ് വീഡിയോസിന്റെ റീച്ചും കൂട്ടാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മുടെ ചാനലിൽ 48 hours ശേഷം നമ്മുടെ വീഡിയോസ് സ്റ്റോപ്പ് ആവാതെ റൺ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജികളാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കുക.